ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൽ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് ഹരീഷ് വീട്ടിലേക്ക് വരികയാണ്. വന്ന പാടെ തന്നെ അവൻ സുധീഷിന്റെ കോളർ കുത്തി പിടിച്ചിട്ട് ചൂടാവാണ്. ഡിവോഴ്സ് ചെയ്യാൻ പോവാണോ നിങ്ങൾ? പറ, നിങ്ങൾ ഡിവോഴ്സ് ചെയ്യാൻ പോവാണോ? അവന്റെ ശബ്ദം കേട്ടിട്ട് അടുക്കളയിൽ നിന്ന് എല്ലാവരും അങ്ങോട്ടേക്ക് വന്നു. അവന്റെ ചോദ്യം കേട്ടിട്ട് എല്ലാവരും ഷോക്കാവാട്ടോ. നികേഷ് ആണെങ്കിൽ പ്രത്യേകിച്ച്, കാരണം അവനൊന്നും അറിയില്ലല്ലോ. അപ്പൊ അവൻ എന്താ ഇവിടെ നടക്കുന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ. സുഭാഷ് ഏട്ടനും അറിഞ്ഞിട്ടില്ലല്ലോ അവരെ ഡിവോഴ്സ് ചെയ്യാൻ പോയതൊന്നും. സുധീഷ് ആണെങ്കിൽ വിടടാ, എന്നെ വിടടാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്ക് ഹരീഷിന് വീണ്ടും ദേഷ്യം വന്നിട്ട് അവൻ പറയാണ്, നിങ്ങൾ പറയടോ, നിങ്ങൾ ഡിവോഴ്സിന് പോയിരുന്നോ? അപ്പോഴേക്ക് സുഭാഷ് അവനെ പിടിച്ചിട്ട് പറയുന്നുണ്ട്, എന്താടാ അത്, എന്തിനാ നീ അവനെ പിടിക്കുന്നത്? അവരെന്തിനാ ഡിവോഴ്സിന് പോകുന്നത്? നികേഷൻ ചോദിക്കുന്നുണ്ട്, എന്താ ഹരീഷേട്ടാ, എന്തിനാ വെറുതെ ചൂടാവുന്നത്? അവരെന്തിനാ ഡിവോഴ്സ് കൊടുക്കാൻ പോകുന്നത്? വെറുതെ അവരൊന്നും പറയല്ല. അപ്പോഴേക്ക് ഹരീഷ് അവനോട് പറയുന്നുണ്ട്, സത്യമാണ് ഞാൻ പറഞ്ഞത്, ഇവർ അരുൺ ഭാരതി വക്കീലിനെ കാണാൻ പോയിരുന്നു. അത് കേട്ടപ്പോൾ നിധി ആകെ പതച്ചത് എങ്ങനെ ഹരീഷ് അറിഞ്ഞു എന്നുള്ള രീതിയിൽ കേട്ടോ. സുധീഷ് ആണെങ്കിൽ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനൊന്നും പറയാൻ പറ്റുന്നില്ലല്ലോ. ആ വക്കീലിന്റെ ജൂനിയർ ബിജു എന്റെ ഡെയിലി കസ്റ്റമർ ആണ്. അയാളൊന്ന് വന്നപ്പോഴാണ് ഞാൻ സത്യം അറിഞ്ഞത്. ഇല്ലെങ്കിൽ പറയട്ടെ, പറയാന്നും പറഞ്ഞിട്ട് വീണ്ടും സുധീഷിനെ കോളർ പിടിക്കുകയാണ് കേട്ടോ. നിങ്ങൾ പറയടോ എന്നൊക്കെ അവൻ പറയാണ്. സുഭാഷ് ഏട്ടാ പറയാൻ പറ, സത്യം അല്ലെങ്കിൽ അവർ പറയട്ടെ. ഇതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചത്? എന്തൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു? പോലീസ് സ്റ്റേഷനിൽ നിന്നല്ലേ കല്യാണം കഴിച്ചത്? എന്തിനാ വെറുതെ എല്ലാവരും അറിയിച്ച് പ്രശ്നം ഉണ്ടാക്കിയത്? സത്യം പറഞ്ഞോ, ഇനി ഒന്നും ഒളിച്ചു വെക്കാൻ നോക്കണ്ട. കല്യാണം കഴിഞ്ഞ് 2-ാം നാൾ ഡിവോഴ്സ് വാങ്ങാനാണെങ്കിൽ എന്തിനത്ര കഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചേ? പറയടോ എന്ന് പറഞ്ഞിട്ട് അവൻ നന്നായിട്ട് സുധീഷിനോട് ദേഷ്യപ്പെടുക കേട്ടോ. ഇതെല്ലാം കണ്ട് തറഞ്ഞു നിന്ന നിധി ഹരീഷിനോട് പറയുന്നുണ്ട്, സുധീഷിനെ വിട്ടേക്ക്, ഞാനാണ് എല്ലാ തെറ്റും ചെയ്തത്, ഞാനാണ് ഡിവോഴ്സിന് ഫയൽ ചെയ്തത്, സുധീഷിനൊരു പങ്കുമില്ല. അത് കേട്ടപ്പോൾ ഹരീഷ് ഒന്ന് ഞെട്ടി തിരിഞ്ഞു നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നികേഷ് ഏടത്തിന്ന് വിളിക്കുന്നുണ്ട്. അവനൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല, അവനൊന്നും അറിയില്ലല്ലോ പാവം. എന്നിട്ട് അവൻ സങ്കടത്തോടെ നിധീൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഏടത്തി എന്തിനാണ് ഡിവോഴ്സ് ചെയ്യാൻ പോയത്? ഈ വീട് ഇഷ്ടമാവാത്തോണ്ടാണോ? അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയോ? നിധിക്കാണെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, ഇത്രയും നേരം ഞങ്ങളെ കൂടെ ചിരിച്ചു കളിച്ച് നിന്നതാണല്ലോ, എന്നിട്ട് ഒന്നും പറഞ്ഞില്ലല്ലോ ഏടത്തി. ആരും ഒന്നും പറയാത്തതുകൊണ്ട് ഹരീഷിന് വീണ്ടും ദേഷ്യം വന്നിട്ട് ഹരീഷ് പറയുന്നുണ്ട്, ഏടത്തി എന്തിനാ ഡിവോഴ്സ് ചെയ്യുന്നത് എനിക്കറിയാം, ഇങ്ങനെ പച്ച കള്ളം കൊണ്ടല്ലേ. എന്നിട്ട് വീണ്ടും സുധീഷിനോട് ചൂടാവാണ്, എല്ലാം കള്ളം, ഞങ്ങളെ പറ്റി കള്ളം, ഇന്റർവ്യൂ വരെ ഫേക്ക്, ഇതുകൊണ്ടൊക്കെയല്ലേ ഏടത്തി നിങ്ങൾ ഡിവോഴ്സ് ചെയ്യുന്നത്? ഈ പേരും നുണയൻ്റെ കൂടെ എങ്ങനെ ജീവിക്കുന്ന ഓർത്തിട്ടല്ലേ ഏടത്തി ഡിവോഴ്സ് ചോദിച്ചത്? ഇതെല്ലാം കേട്ട് നിധി ആകെ നിസ്സഹായമായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അതേപോലെ തന്നെ സുഭാഷിനാണെങ്കിൽ ഒന്നും പറയാനും പറ്റുന്നില്ല. സുഭാഷും ആകെ തളർന്നിരിക്കുകയാണ് കേട്ടോ. സുധീഷും പെട്ട അവസ്ഥയിലാണ്. എന്നിട്ട് വീണ്ടും സുധീഷിൻ്റെ കോളറെ പിടിച്ചിട്ട് ചോദിക്കുകയാണ്, ഞാൻ പറഞ്ഞ സത്യമല്ലേ, നിങ്ങൾ ഫുൾ പച്ച കള്ളല്ല, അതുകൊണ്ടല്ലേ ഇടത്തേക്ക് നിങ്ങളെ പറ്റാത്തത്? നിങ്ങളെന്താ എങ്ങനെ ആയിപ്പോയത്? വായ തുറന്ന കള്ളം മാത്രം. ഇപ്പം എല്ലാം പോയില്ലേ? നാട്ടുകാർ പറഞ്ഞതൊക്കെ സത്യമായില്ലേ? സ്ത്രീകൾ വാഴാത്തൊരു സ്ഥലമായില്ലേ നമ്മളെ വീട്? അത് അടിവരായിട്ട് ഉറപ്പിച്ച് തന്നില്ലേ നിങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ സുധീഷിനോട് ചൂടായിക്കൊണ്ടേയിരിക്കുകയാണ്. ആളുകളുടെ മുഖത്ത് നോക്കി കള്ളം പറയരുതെന്ന് എത്ര ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അവസാനതെല്ലാം പുറത്ത് വന്നില്ലേ? നിങ്ങൾ കാരണം ഡിവോഴ്സ് വരെ എത്തിയില്ലേ? സുധീഷ് ഒന്നും പറയുന്നില്ലെന്ന് കണ്ടതും അവൻ നേരെ സുഭാഷേട്ടൻ്റെ അടുത്തേക്ക് പോയി. എന്താ സുഭാഷേട്ട അത്? ഇത്രയൊക്കെ പ്രശ്നം നടന്നിട്ട് സുഭാഷേട്ടൻ എന്താ മിണ്ടാണ്ടിരിക്കുന്നത്? എനിക്കറിയാം, സുഭാഷേട്ടൻ എല്ലാം അറിയാം. ഞങ്ങളടുത്തുനിന്ന് മറച്ചു വെക്കുന്ന രഹസ്യം എന്താ? മര്യാദയ്ക്ക് പറയും സുഭാഷേട്ടൻ, ഇനി ഞങ്ങളെ പറ്റിക്കാൻ പറ്റില്ല. സുഭാഷേട്ടൻ്റെ നിപ്പ് കണ്ടാൽ അറിയാം എന്താ പ്രശ്നം. ഇതൊക്കെ കണ്ട് നികേഷ് പൊട്ടിക്കരയാണ് കേട്ടോ. സുഭാഷേട്ടനാണെങ്കിൽ ഒന്നും പറയാനും പറ്റുന്നില്ല സങ്കടം കൊണ്ട്. നിധിയും പൊട്ടിക്കരയാണ്. സുധീഷും അതേ അവസ്ഥയിൽ തന്നെയാണ് കേട്ടോ. അവൻ ആകെ വിഷമത്തിലാണ്. അന്ന് ബാഗും എടുത്ത് ഇടത്തി പോയി തിരിച്ചു വന്നപ്പോൾ ഞങ്ങളോട് എന്താ പറഞ്ഞത്? അവർ ഹണിമൂണിന് പോയതാന്ന്. അന്ന് തുടങ്ങിയ സംശയമാണ് എനിക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം അറിയാമെന്ന്. എന്തായാലും എന്തോ നടക്കുന്നുണ്ട്. അപ്പോൾ എന്നോ ഇടത്തി ഇവിടുന്ന് ഇറങ്ങി പോകാൻ നിൽക്കുന്നുണ്ട്. എന്താ ഇതിൻ്റെയൊക്കെ കാരണം? ആരെങ്കിലും ഒന്ന് പറ, ഈ രഹസ്യം ഞങ്ങൾക്ക് എന്തായാലും അറിയണം. ആരെങ്കിലും ഒന്ന് വാ തുറക്ക് എന്നവൻ അലമുറയിട്ട് പറയാൻ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സുധീഷ് അവിടെ നിന്ന് പോവാണ്. അവൻ പോകുന്നത് കണ്ട പരീക്ഷന് വീണ്ടും ദേഷ്യം വന്നിട്ട് അവനെ പിടിച്ച് വീണ്ടും അങ്ങോട്ടേക്ക് വലിച്ചഴക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, ഇയാൾ എങ്ങോട്ടാ പോകുന്നത്? സത്യം പറഞ്ഞിട്ട് പോയാൽ മതി, പറയടോ, സത്യം പറയടോ. അതിൽ പിന്നെ സുധീഷിന് നല്ല ദേഷ്യം വന്നിട്ട് സുധീഷ് പറയുന്നുണ്ട്, നീ ആരാ? ഞാൻ എന്തിനാ നിന്നോട് സത്യം പറയുന്നത്? അപ്പോൾ അവൻ പറയുന്നുണ്ട്, പറയടോ, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? അപ്പോൾ അവൻ പറയാണ്, അതെ, ഞങ്ങൾ ഡിവോഴ്സിന് തീരുമാനിച്ചു. നിനക്കെന്താ? ഞങ്ങൾ ഡിവോഴ്സ് ചെയ്യാൻ പോകും. ഞങ്ങൾക്ക് 2 പേർക്ക് ഒത്തു പോകാൻ പറ്റില്ല. നിനക്കെന്താ പ്രശ്നം? നിനക്ക് എന്നെക്കൊണ്ട് അത്രയും വലിയ പ്രശ്നമാണെങ്കിൽ ഞാൻ ഇവിടുന്ന് പോയിക്കോളാം എന്നവൻ പറയാണ് കേട്ടോ. അത് കേട്ട പരീക്ഷന് വീണ്ടും ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോയ പ്രശ്നം തീരുന്നാണോ? എന്തെങ്കിലും പറയുമ്പോഴേക്ക് വീട്ടിൽ നിന്ന് പോകുന്ന അത്ര നല്ല സ്വഭാവമൊന്നുമല്ല. ആദ്യം ഏടത്തിനെ അങ്ങോട്ട് കൊണ്ടുവരുന്നു, പിന്നെ ഇവിടുന്ന് കൊണ്ടുപോകുന്നു. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? എന്തായാലും സത്യം ഞങ്ങൾക്ക് എന്തായാലും അറിഞ്ഞേ പറ്റൂ, ഇന്ന് തന്നെ അറിയണം. ഇയാൾ ഞങ്ങളോട് ആരോടും പറയാണ്ട് കല്യാണം കഴിച്ചപ്പോൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. നാടറിഞ്ഞ് ഒരു പരിപാടി വരെ നടത്തിയില്ലേ? അതെന്താ? എല്ലാവരും സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ? ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു? ഞങ്ങൾ കൂടെ നിന്നിട്ടല്ലേ ഉള്ളൂ, എന്നിട്ടാണോ ഞങ്ങളെ ചതിക്കുന്നത്? അപ്പോഴേക്കും നികേഷ് നിധിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഏടത്തി പ്രശ്നം? ഞങ്ങളോട് പറഞ്ഞേ പറ്റൂ, ഞങ്ങൾക്കിത് അറിയണം. എന്താ ഡിവോഴ്സ് ചെയ്യാനുള്ള കാരണം? വീടാണോ പ്രശ്നം? കുറച്ചുകൂടെ വലിയ വീട് നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ സുധീഷേട്ടൻ പറഞ്ഞ കള്ളാണോ? ഞങ്ങൾക്ക് വേണ്ടി ഒരു വട്ടം ക്ഷമിച്ചോട് സുധീഷേട്ടനോട്, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നും പറഞ്ഞിട്ട് നികേഷ് പൊട്ടിക്കറിയാണ് കേട്ടോ. അവൻ്റെ കരച്ചിൽ കണ്ടിട്ട് ബാക്കി ഏട്ടന്മാർക്ക് 3 ആൾക്കും സഹിക്കാനേ പറ്റുന്നില്ല. അങ്ങനെ നിധി സുഭാഷേട്ടനോട് പറയുന്നുണ്ട്, സുഭാഷേട്ടൻ ഞാൻ സത്യമെല്ലാം പറയാൻ പോവാണ്, എന്നെ കൊണ്ട് പറ്റില്ല അത് കാണാൻ. എന്നിട്ട് അവളും പൊട്ടിക്കരയാണ്. അപ്പോഴേക്കും ഭാസ്കരൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പുറത്തുനിന്ന് ഇതൊക്കെ കേൾക്കുന്നുണ്ട്, എന്തോ അകത്ത് നടക്കുന്നുണ്ടെന്ന് മനസ്സിലായിട്ടാണ് പുറത്ത് നിൽക്കുന്നത്. അങ്ങനെ നിധി പറയാണ്,
നിങ്ങൾ വിചാരിക്കുന്ന പോലെ സുധീഷല്ല കുറ്റക്കാരൻ, ഞാനാണ്. എനിക്കാണ് ഡിവോഴ്സ് വേണ്ടതും ഞാനാണ് ഡിവോഴ്സ് ആവശ്യപ്പെട്ടത്. അങ്ങനെ അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുമ്പോഴേക്കും സുഭാഷ് അവളെ തടയുന്നുണ്ട്. ഞാൻ പറഞ്ഞോളാം മോളെ എന്നും പറഞ്ഞിട്ട് പറയാണ്. കുറെ കാലമായി ഞാനത് മനസ്സ് കൊണ്ട് നടക്കുന്നു, ഇനി എനിക്ക് വയ്യ, അത് നിങ്ങൾ അറിഞ്ഞേ പറ്റൂ. അറിഞ്ഞാൽ നിങ്ങൾക്ക് സങ്കടാവുന്ന ഓർത്തിട്ടാണ് ഞാൻ ഇത്രയും കാലം ഈ സത്യം മൂടി വെച്ചത്. നമ്മൾ കരുതുന്ന പോലെ അതൊരു പ്രണയവാഹമല്ല, അവർ പരസ്പരം പെട്ടുപോയതാണ്. ഇത് കേട്ടപ്പോഴേക്കും അരീഷും നികേഷും പുറത്തു നിൽക്കുന്ന ഭാസ്കരനും ഷോക്കാവാണ്. അവരുടെ കല്യാണം കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു നാടറിയ ഒരു പാർട്ടി നടത്താന്ന് പറഞ്ഞപ്പോഴാണ് ഞാനും അതിന് സമ്മതിച്ചു, സന്തോഷത്തോടു കൂടി. അങ്ങനെ പാർട്ടി നടക്കുമ്പോൾ നിധി അങ്ങോട്ട് വരുന്നില്ല എന്ന് കണ്ടതും അവളെ വിളിക്കാനായിട്ട് ഞാൻ പോയപ്പോഴാണ് മാറ്റാണ്ടിരിക്കുന്ന അവളെ കണ്ടത്. അപ്പോഴാണ് അവൾ എന്നോട് എല്ലാ സത്യം പറയുന്നത്. അവളുടെ അച്ഛൻ കണ്ടെത്തിയ കല്യാണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവൾ സുധീഷിനെ വിവാഹം കഴിച്ചത്. സുധീഷിന്റെ കൂടെ പോരുമ്പോൾ അവൾ അവനെ ഡ്രൈവർ മാത്രമായിട്ടായിരുന്നു കണ്ടിരുന്നത്. അങ്ങനെ ഇത് പോലീസ് സ്റ്റേഷനിൽ കേസായപ്പോഴാണ് അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. 2 മാർഗ്ഗം ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ അച്ഛൻ്റെ കൂടെ പോകണം, എന്നിട്ട് അയാളെ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ സുധീഷിന്റെ കൂടെ പോരണം. സുധീഷിന്റെ കൂടെ പോരണമെങ്കിൽ സുധീഷിനെ കല്യാണം കഴിക്കണം. കാരണം അവരുടെ എല്ലാവരുടെ വിചാരവും സുധീഷ് അവൾ പ്രണയത്തിലായിട്ട് ഒളിച്ചോടി പോയി എന്നാണ്. ഒടുവിൽ അവൾ സുധീഷിനെ കല്യാണം കഴിക്കാനാണ് തീരുമാനിക്കുന്നത്. എന്നിട്ട് ഇവിടുന്ന് ഡിവോഴ്സ് വാങ്ങി പോകാനാണ് വന്നത്. പക്ഷെ അപ്പോഴേക്കത് ലീഗലി അവർ കല്യാണം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കേട്ടിട്ട് നന്നായിട്ട് ഷോക്കാവാണ് കേട്ടോ ബാക്കിയുള്ളവരെല്ലാം. സുധീഷ് ആണെങ്കിൽ തകർന്നിരിക്കുകയാണ്. അവളെ ഭയങ്കര ഇഷ്ടമാണല്ലോ. സുധീഷിന് തെറ്റ് പറയാൻ പറ്റില്ല, കാരണം അവന് നമ്മളൊരു അവസരം പോലും കൊടുത്തില്ലല്ലോ സത്യം എന്താണെന്ന് ചോദിക്കാൻ. നമ്മളന്ന് നാട്ടുകാരുടെ മുന്നിൽ നാണം കടണ്ടെന്ന് വെച്ചിട്ടാണ് നിധി അങ്ങോട്ട് വന്നത്. അപ്പോൾ അവരോട് നമ്മൾ കടപ്പെട്ടിരിക്കണ്ടേ എന്നൊക്കെ സുഭാഷ് പറയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത് റിയൽ കല്യാണമല്ല, അവർ രണ്ടുപേരും പെട്ടതാണ്. അപ്പം അവരെ 2 വഴിക്കാവണമെങ്കിൽ ഡിവോഴ്സ് വേണ്ടേ, അതല്ലേ അവർ ചെയ്യുന്നത്. ഇതെല്ലാം കേട്ടിട്ട് എല്ലാവരും തകർന്നിരിക്കുകയാണ് കേട്ടോ. സുധീഷ് പ്രത്യേകിച്ച്, അവളെ ഇഷ്ടമാണല്ലോ, ഇതൊന്നും അവന് കേൾക്കാൻ തന്നെ പറ്റുന്നില്ല. നിധിയാണെങ്കിൽ താൻ വലിയൊരു തെറ്റ് ചെയ്തു പോയല്ലോ എന്ന് ഓർത്ത് കുറ്റബോധം താങ്ങാനാവാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ നിധി ഇവിടുന്ന് പോകാൻ നിന്നതാണ് ഹോസ്റ്റലിലേക്ക്. പക്ഷെ അതൊന്നും ശരിയായില്ല. പിന്നെ അന്ന് ബാഗ് എടുത്ത് പോയല്ലോ, അത് അവൾ വീട് മാറാൻ വേണ്ടി പോയതാണ്. പക്ഷെ അതും നിർഭാഗ്യവശാൽ ശരിയായില്ല. ഇപ്പം നിങ്ങളെല്ലാ സത്യം അറിഞ്ഞില്ലേ, ഇതാണ് സത്യം. ഇത് നിങ്ങളോട് പറയണമെന്ന് ഓർത്ത് കുറേ നിന്നതാണ് ഞാൻ. ഇപ്പം എന്തായാലും നിങ്ങൾ അറിഞ്ഞല്ലോ. പക്ഷേ ഡിവോഴ്സിൻ്റെ കാര്യം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് അരീഷേ. ഇതെല്ലാം അറിഞ്ഞിട്ട് ഞാൻ എന്താ മിണ്ടാണ്ടിരിക്കുന്നത് നീ ചോദിച്ചില്ലേ, ഇതുകൊണ്ടാണ്. ഞാൻ എന്താ വേറെ മിണ്ടേണ്ടത്. അത് കേട്ട പരീക്ഷണമൊക്കെ വിഷമമാവാണ് കേട്ടോ. കാരണം ഏട്ടനമ്മ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അപ്പോഴേക്കും നിധി കരഞ്ഞുകൊണ്ട് കാര്യങ്ങൾ ഏറ്റു പറയാണ് കേട്ടോ. ഞാനാണ് എല്ലാ തെറ്റിനും കാരണം. ഞാൻ കല്യാണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് സുധീഷിനെ കല്യാണം കഴിച്ചത്. ആ ഒരു ഫേക്ക് കല്യാണത്തിന് നിന്ന് കൊടുത്തത്. സുധീഷ് ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെ ഹെൽപ്പ് ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷേ ഇത് ലീഗലി ആവുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. അന്നത്തെ ഒരു ട്രോമയിൽ എന്തൊക്കെ സംഭവിക്കുന്നത് പോലും എനിക്ക് ചിന്തിക്കാനുള്ള കഴിവില്ലായിരുന്നു. എന്തായാലും സുധീഷ് കല്യാണം കഴിച്ച് കാണണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് എന്നൊക്കെ അവൾ സങ്കടത്തോടെ പറയണം. ഇതൊക്കെ കണ്ടിട്ട് എല്ലാവരും പൊട്ടിക്കരയാണ്. ഭാസ്കരനും പുറത്തിരുന്ന് ചെവിടെ ഓർത്ത് കേൾക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ വലിയൊരു ചതി ചെയ്തതെന്ന്. പക്ഷെ ഒന്നും മനഃപൂർവ്വമല്ല, എല്ലാവർക്കും മാപ്പ് എന്ന് അവൾ പറയാണ്. പക്ഷെ അവളത് പറയുമ്പോൾ ആർക്കും അതൊന്നും സഹിക്കാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. അരീഷിന് എന്നിട്ടും ദേഷ്യം സുധീഷിനോടായിരുന്നു കേട്ടോ. എന്നിട്ട് സുധീഷിനോട് വീണ്ടും ചൂടാവാണ്. എന്തിനാണോ നിങ്ങൾ പച്ചക്കള്ളം പറയുന്നത്? അന്ന് നിങ്ങൾ പറഞ്ഞത് എന്താ പ്രണയ കല്യാണമാണെന്നല്ലേ? അന്ന് ഞങ്ങളോട് സത്യം പറഞ്ഞുണ്ടായിരുന്നോ? എന്നിട്ട് വീണ്ടും കള്ളം കള്ളം കള്ളം. അതോടെ കേട്ടപ്പോൾ സുധീഷിന് ഭയങ്കരമായിട്ട് സങ്കടം ദേഷ്യം ഒരുമിച്ച് വന്നിട്ടോ. നമ്മുടെ വീട്ടിൽ എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമുണ്ടോ? നമ്മളുടെ ഇല്ലായ്മ തന്നെ എല്ലാവരും അറിയിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കള്ളം പറയുന്നത്. എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? നമ്മളെ പറ്റി എന്തൊക്കെയാണ് ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നത്? ആണുങ്ങൾ മാത്രം താമസിക്കുന്ന നമ്മുടെ വീടിനെ പറ്റിയും നമ്മളെ പറ്റിയും എന്തൊക്കെ കള്ളങ്ങളാണ് ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നത്? ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമില്ലേ? അപ്പോൾ പിന്നെ എന്തിനാ ഞാനും കൂടെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ എല്ലാവരോടും പറഞ്ഞു നടക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ കള്ളം പറയുന്നത്. അല്ലാണ്ട് അതുകൊണ്ട് ആർക്കും നഷ്ടമൊന്നുമില്ലല്ലോ. ശരിയാ, ഞാൻ കള്ളനാ. ഞങ്ങളെ കല്യാണം നടത്തിയ കാര്യം അത് കള്ളാണെന്ന് നിങ്ങളോട് ഞാൻ എങ്ങനെ പറയാ? ഞാൻ എന്താ പറയേണ്ടത്? നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു ഓർത്തിട്ടുണ്ടോ? എൻ്റെ നിവർത്തികേടുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് ഒരുപാട് മറുപടികളുണ്ട്. അതിൽ സത്യമില്ലാത്ത മറുപടി പറഞ്ഞാൽ അത് കള്ളായി. അതെൻ്റെ നിവർത്തികേടാടാ എന്നൊക്കെ സുധീഷ് കരഞ്ഞുകൊണ്ട് പറയാണ് കേട്ടോ. അവൻ്റെ മറുപടി കേട്ടിട്ട് എല്ലാവരും പൊട്ടിക്കരയാണ്. അരീഷിനും ആകെ സങ്കടം വരുന്നുണ്ട്. ഞാൻ എൻ്റെ നിവർത്തികേട് മറയ്ക്കാനാണ് കള്ളം പറഞ്ഞത്. ഞാൻ കള്ളം പറയുന്നതിൻ്റെ ഒരൊറ്റ കാരണം എന്താറോ, എൻ്റെ നിവർത്തികേടാണെന്ന് പറഞ്ഞിട്ട് സുധീഷും കരയാണ്. അറിയുന്നവരെ എല്ലാം നന്നായിക്കോട്ടെ. സത്യം അറിയുമ്പം അറിയുന്നവരെന്നെ കുറ്റപ്പെടുത്തിക്കോട്ടെ എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. ഞാൻ കള്ളം പറഞ്ഞത് എല്ലാവരുടെയും സന്തോഷത്തിനും കൂടി വേണ്ടിയിട്ടാടാ. അത് നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത്? എന്നെ കുറ്റപ്പെടുത്തി ശിക്ഷിക്ക് എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാൻ ആ മുറ്റത്തുണ്ടാവും. വാ, അങ്ങോട്ട് വാ. നിനക്ക് എന്നെ ശിക്ഷിക്കണമെങ്കിൽ എന്നെ തല്ലി കൊല്ലി എന്ത് വേണമെങ്കിലും ചെയ്തോന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് സുധീഷും മുറ്റത്തേക്ക് ഇറങ്ങി പോവാണ് കേട്ടോ. അങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിധി അവിടുന്ന് പോകുന്നുണ്ട്. പിന്നെ നികേഷും പൊട്ടിക്കരഞ്ഞിട്ട് സുഭാഷ് ചേട്ടനെ കെട്ടിപ്പിടിച്ചിട്ട് എന്താ സുഭാഷ് ചേട്ടാ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് കരയാണ് കേട്ടോ. പുറത്താണെങ്കിൽ ഭാസ്കർ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. സുധീഷാണെങ്കിൽ നേരെ വന്ന് ഉമ്മറത്തിരുന്ന് കരയാണ് കേട്ടോ. അത് ഭാസ്കർ നോക്കുന്നുണ്ട്. നിധിയാണെങ്കിൽ റൂമിൽ നിന്ന് പൊട്ടിക്കരയുന്നു. അരീഷാണെങ്കിൽ തലയെല്ലാം കൂടെ ഒഴിഞ്ഞിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ലല്ലോ. സുഭാഷിനെ കെട്ടിപ്പിടിച്ച് നികേഷും കരയാണ്, സുഭാഷും കരയാണ്. എല്ലാവരും കരച്ചില്. അരീഷ് സുഭാഷ് ചേട്ടനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് സങ്കടപ്പെടണം കേട്ടോ. അങ്ങനെ അവൻ സുഭാഷ് ചേട്ടൻ്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട്, അരീഷ് ഞാൻ നിന്നോടെല്ലാം പറയണമായിരുന്നു, പക്ഷെ എനിക്കൊന്നും പറയാൻ പറ്റിയില്ലടാ. നീ അതെങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇതെല്ലാം കേട്ടോണ്ട് നിധി അവിടെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു. പരസ്പരം ഇഷ്ടമല്ലാതെ 2 പേര് കല്യാണക്കുടുക്കിൽ പെട്ടുപോകുന്ന നീ ഒന്ന് ആലോചിച്ച് നോക്കിയെന്ന് പറഞ്ഞിട്ട് നിൽക്കുക കേട്ടോ സുഭാഷ് ചേട്ടാ. അപ്പോഴേക്കും നമ്മുടെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നാളത്തെ എപ്പിസോഡ് കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.